ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിഫ്നാസ് വേൾഡ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കൊടുത്ത് ഞാൻ വീഡിയോസ് ഇടുന്നതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കാണ് എടുത്തിട്ടുള്ളത്. 10 രൂപേൻ്റെയാണ് എടുത്തിട്ടുള്ളത്. വലിയതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ 15ഓളം ഓറിയോ ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം. ഒന്ന് പൗഡറാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പൗഡർ മാറ്റി വെക്കുകയാണ്. മാറ്റിയൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നിനല്ല, ബട്ടർ ഉള്ളവർ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ ഫുൾ സെറ്റിങ്സ് ആണ്. അപ്പം നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നനവോട് കൂടിയിട്ടുള്ള നമ്മുടെ പൗഡർ ഉണ്ടായിരുന്നു, അതൊന്ന് അടിയിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ആണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലോട്ട് നാല് ടേബിൾ സ്പൂണോളം നമ്മുടെ ഓറിയോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറിയോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ഉണ്ടായിരുന്നു, അത് കുറച്ചധികം വിപ്പിംഗ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ പൗഡറും നമ്മുടെ വിപ്പിംഗ് കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ഉണ്ടാവും. ഇനി ഇത് മുഴുവനായിട്ട് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മുഴുവനും ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫില്ല് ചെയ്തതാ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഇതുപോലെ ഹാഫായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് അടിയിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഡാർക്കൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഡാർക്ക് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് മിൽക്ക്, ചൂടുള്ള മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും നമുക്ക്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വിപ്പിംഗ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഓറിയോ പൗഡർ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ മുകളിലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ചോക്ലേറ്റ് ക്രീം ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്ത്, അത് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ സെറ്റ് ചെയ്ത പോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലത്തെ തന്നെ നമ്മുടെ ഓറിയോ പൗഡേഴ്സ് ഒന്നിങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് വിപ്പിംഗ് ക്രീമാണ്. അതിൽ ഞാൻ ഒന്നും ആഡ് ചെയ്യണില്ല, വിപ്പിംഗ് ക്രീം മാത്രമായിട്ട് മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഓറിയോ പൗഡർ ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ തയ്യാറാക്കിയ പോലെ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അവസാനമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഓറിയോ ബിസ്ക്കറ്റ് ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 1 അവർ നമുക്ക് ഫ്രീസറിൽ സെറ്റ് ചെയ്യാണ്ടി വെക്കാം. അപ്പോൾ ലെയേർഡ് ഓറിയോ മൗസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.